Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil mursaleen nabiyyina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ കാണുന്ന എൻ്റെ പ്രേക്ഷകരെ, ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നബിദിനാഘോഷം ഇസ്ലാമികമല്ല എന്ന് അരക്കിട്ടുറപ്പിക്കുവാൻ പോവുകയാണ്. അതായത് ഇസ്ലാമിക തെളിവുകളോടെയും ഖുർആനിക വചനങ്ങളിലൂടെയും നിങ്ങൾക്ക് ഞാൻ ഈ സത്യം ബോധ്യപ്പെടുത്തി തരുകയാണ്. ഒരു മുസ്ലിമിന്റെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? അത് ഈ ദുനിയാവിലെ താൽക്കാലിക സുഖങ്ങളല്ല, മറിച്ച് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന്റെ പ്രീതിയും സ്വർഗവും കരസ്ഥമാക്കുക എന്നതാണ്. ആ പരലോക വിജയത്തിലേക്ക് നടന്നു കയറാൻ അള്ളാഹു നമുക്ക് മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിത്തന്ന സുന്നത്തുമാണ്. പ്രവാചക ചര്യയെ പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തുക വഴി മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ ഇസ്ലാമിലേക്ക് ഒട്ടനവധി ആചാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. പുണ്യകർമ്മങ്ങൾ എന്ന ലേബലിൽ ഇസ്ലാമിന്റെ പേരിൽ നിന്ന് ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ്. അത്തരത്തിൽ ഒരു വലിയ ആചാരമാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന നബിദിനാഘോഷം അഥവാ മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈകാരികതകൾക്ക് അപ്പുറം ഖുർആനും ഹദീസും ചരിത്രവും മുൻനിർത്തി എന്തുകൊണ്ടാണ് നബിദിനാഘോഷം ഇസ്ലാമികമല്ല എന്ന് നമ്മൾ പറയുന്നത് എന്ന് നാം എല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് പറയട്ടെ, ദീനിന്റെ പൂർണ്ണത തന്നെയാണ്, ഇസ്ലാമിന്റെ പൂർണ്ണത തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന മതം പൂർണ്ണമാണ് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 3-ാം വചനം ഇറക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കും ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കുകയും ചെയ്തിരിക്കുന്നു, മതമായി ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു മുസ്ലിമിനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. അള്ളാഹു പൂർത്തിയാക്കിയ ഒരു മതത്തിലേക്ക് ഇനി പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? ഒരിക്കലുമില്ല. നബിദിനാഘോഷം അത്രമേൽ പുണ്യകരമായ കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു അത് ഖുർആനിലൂടെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെയോ നമുക്ക് പഠിപ്പിച്ചു തന്നില്ല? മതത്തിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അള്ളാഹുവിന്റെ ദീന് അപൂർണമാണ് എന്ന് വാദിക്കുന്നതിന് തുല്യമല്ലേ? ഇനി പ്രവാചകന്റെ മാതൃകയിലേക്ക് വരാം. നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. നബി തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വന്തം ജന്മദിനം, അതായത് റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചതായി ഒരു സഹീഹായ ഹദീസെങ്കിലും കാണാൻ സാധിക്കുമോ? ഇല്ല. പ്രവാചകൻ തന്റെ 63 വർഷത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജന്മദിനാഘോഷം നടത്തിയിട്ടില്ല. എന്നാൽ പ്രവാചകൻ തന്റെ ജന്മദിനത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ഹദീസുകളിൽ വ്യക്തമായി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസങ്ങളിൽ പതിവായി നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത് സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ ഇപ്രകാരം കാണാം, ദാക യൗമുൻ വുലിദ്തു ഫീഹി, ദാക യൗമുൻ വുലിദ്തു ഫീഹി. എന്താണ് അത്? ഞാൻ ജനിച്ച ദിവസമാണ്. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജനിച്ച ദിവസത്തെ ഓർക്കാൻ ചെയ്ത ഒരു ഇബാദത്താണ് അത്, നോമ്പനുഷ്ഠിക്കലാണ്. അല്ലാതെ ഇന്നത്തെ പോലെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഘോഷയാത്ര നടത്താനോ പാട്ട് പാടാനോ മധുരം വിതരണം ചെയ്യാനോ നബി കൽപ്പിച്ചിട്ടില്ല. പ്രവാചകൻ കാണിച്ചു തരാത്ത ഒരു രീതിയിൽ പ്രവാചകനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് പ്രവാചക ചര്യക്ക് വിരുദ്ധമാണ്. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാം. എവിടെ നിന്നാണ് ഈ നബിദിനാഘോഷം വന്നത്? ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ പ്രവാചകനോ സ്വഹാബികളോ ആഘോഷിക്കാത്ത ഈ നബിദിനം ആരാണ് ഇസ്ലാമിൽ കൊണ്ടുവന്നത്?
ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഏകദേശം 300-ലധികം വർഷങ്ങൾ ഒരു നബിദിനാഘോഷവും ലോകത്തുണ്ടായിരുന്നില്ല. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവർഷം 969 ശേഷം ഈജിപ്ത് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന ഫാത്തിമിയാക്കൾ എന്ന ഭരണാധികാരികളാണ് ഇത് ആദ്യമായി ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ഇവർ മുസ്ലിങ്ങളിലെ ഉബൈദികൾ എന്ന തീവ്ര ശിവ വിഭാഗക്കാരായിരുന്നു. ഫാത്തിമി ഭരണാധികാരികൾക്ക് ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ചില വിനോദങ്ങളും ആഘോഷങ്ങളും ആവശ്യമായിരുന്നു. അങ്ങനെ അവർ അടിയന്തര യോഗം ചേർന്ന് ജന്മദിനാഘോഷങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം തന്നെയാണ്. രണ്ടാമത്തത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനമാണ്. മൂന്നാമത്തത് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനമാണ്. നാലാമത്തത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനമാണ്. അഞ്ചാമത്തത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനമാണ്. ആറാമത്തത് അന്നത്തെ ഫാത്തിമി രാജാവിന്റെ ജന്മദിനവും. നോക്കൂ സഹോദരങ്ങളെ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഷിയാക്കൾ ഉണ്ടായ ഈ ജന്മദിനാഘോഷങ്ങളിൽ നിന്ന് പിൽക്കാലത്തെ രാജാവ് മരിച്ചു പോയപ്പോൾ രാജാവിന്റെ ജന്മദിനം ഒഴിവാക്കി ബാക്കി 5 അവർ ആഘോഷിച്ചു പോന്നു. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം മറ്റു സമുദായങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾ കണ്ട് ആകൃഷ്ടരായി സുബ്ബി ഇമാമിനെ പോലെയുള്ള പിൽക്കാലത്ത് ചില ആളുകൾ ഇതിനെ സുന്നി സമൂഹത്തിലേക്കും കടത്തിവിട്ടു. പ്രവാചകനോ സഹാബികളോ താബികളോ ഇമാം അബൂ ഹനീഫയോ ഇമാം ഷാഫിയോ ഇമാം മാലിക്കോ ഇമാം അഹമ്മദോ അടങ്ങുന്ന ഒരു 4 ഇമാമുമാരും ഈ ഫാത്തിമിയാക്കളുടെ ബിദ്അത്ത് അംഗീകരിച്ചിട്ടില്ല. ഷിയാക്കളുടെ ആചാരത്തെയാണോ നമ്മൾ സുന്നത്തി എന്ന് പറഞ്ഞ് ഇന്ന് നെഞ്ചിലേറ്റുന്നത്? നാം ചിന്തിക്കുക തന്നെ വേണം. അതായത് സ്വഹാബികളുടെ യഥാർത്ഥ സ്നേഹം 2 ചരിത്ര സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. നബിദിനം ആഘോഷിക്കുന്നവർ പറയാറുണ്ട്, ഞങ്ങൾ നബിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആഘോഷിക്കുന്നത് എന്ന്. എന്നാൽ ആരാണ് സ്വഹാബികൾ? ഈ ഭൂമിയിൽ പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഉത്തമ മനുഷ്യർ. അവരെക്കാൾ വലിയ സ്നേഹം നമുക്കുണ്ടോ? സ്വഹാബികളുടെ സ്നേഹം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ചരിത്രത്തിലെ 2 സംഭവങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഒന്നാമത്തെ സംഭവം എന്നറിയുമോ? ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ വധിക്കപ്പെട്ടു എന്നൊരു വ്യാജ വാർത്ത മദീനയിൽ പരന്നു. മദീനയിലെ സ്ത്രീകളും കുട്ടികളും കരഞ്ഞുകൊണ്ട് ഉഹദ് മല ലക്ഷ്യമാക്കി ഓടുകയാണ്. അതിനിടയിൽ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ ഉഹദിൽ നിന്നും വരുന്ന സഹാബികളോട് ചോദിച്ചു, എന്റെ റസൂലിന് എന്തു പറ്റി? അവർ പറഞ്ഞു, അല്ലയോ ഉമ്മ, നിങ്ങളുടെ ഭർത്താവ് യുദ്ധത്തിൽ ഷഹീദായി മരണപ്പെട്ടു. ആ സ്ത്രീ പറഞ്ഞു, അതിരിക്കട്ടെ, എന്റെ റസൂലിന് സുഖമാണോ? അവർ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ പിതാവും സഹോദരനും യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആ സ്ത്രീ തന്റെ കുടുംബത്തിന്റെ വിയോഗ വാർത്ത കേട്ടിട്ടും കുലുങ്ങിയില്ല. അവർ വീണ്ടും ചോദിക്കുകയാണ്, എന്റെ റസൂലിന് എന്ത് പറ്റിയെന്ന് അത് പറയൂ. അവസാനം ദൂരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത് അവർ കണ്ടു. അപ്പോൾ ആ സ്വഹാബി വനിത പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ വാചകമുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകനെ, അവിടുന്ന് ജീവനോടെയുണ്ടല്ലോ. ഇനി എനിക്ക് ഉണ്ടായ ഏത് മുസീബത്തും വിപത്തും വളരെ നിസ്സാരമാണ്. ഇതാണ് സഹോദരങ്ങളെ സ്വഹാബികളുടെ പ്രവാചക സ്നേഹം. രണ്ടാമത്തെ സംഭവം പറയട്ടെ. മക്കയിലെ കാഫിറുകൾ, അതായത് ഖുബൈബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ തടവുകാരനായി പിടിച്ച് മക്കത്ത് പുറത്തുള്ള തൻഈമിൽ എത്തിച്ചു. അദ്ദേഹത്തെ ക്രൂരമായി തൂക്കിലേറ്റാൻ പോവുകയാണ്. ചുറ്റും മക്കയിലെ നേതാക്കളായ അബൂ സുഫിയാനും കൂട്ടരുമുണ്ട്. തൂക്കുമരത്തിലേക്ക് കയറ്റുന്നതിന് തൊട്ടു മുമ്പ് അബൂ സുഫിയാൻ ഖുബൈബിനോട് ചോദിക്കുകയാണ്, ഖുബൈബ്, നിനക്കു പകരം മുഹമ്മദ് ഇവിടെ തൂക്കുമരത്തിൽ കിടക്കുകയും നീ നിന്റെ കുടുംബത്തോടൊപ്പം സുഖമായി വീട്ടിലിരിക്കുകയും ചെയ്യാനാണോ നീ ആഗ്രഹിക്കുന്നത്? തന്റെ കഴുത്തിൽ കയറി വർക്കിങ്ങിരിക്കുന്ന ആ മരണസമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണേ, ഞാൻ എന്റെ വീട്ടിൽ സുഖമായിരിക്കുമ്പോൾ എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു ചെറിയ മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതിനേക്കാൾ എനിക്ക് പ്രിയം എന്റെ കഴുത്ത് വെട്ടപ്പെടുന്നതാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഈ സ്വഹാബികളാണോ അതോ വർഷത്തിലൊരിക്കൽ റബീഉൽ അവ്വൽ 12-ന് ബിരിയാണി തിന്നാനും പാട്ടുപാടാനും ഘോഷയാത്ര നടത്താനും ഇറങ്ങുന്ന നമ്മളാണോ നബിയെ കൂടുതൽ സ്നേഹിക്കുന്നത്?
ഈ സഹാബികൾക്ക് തോന്നാത്ത ഏത് സ്നേഹമാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഫാത്തിമിയാക്കൾ എന്ന ഷിയാക്കൾ പഠിപ്പിച്ചു തന്ന ആഘോഷത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇനി അടുത്തതായി മനസ്സിലാക്കാനുള്ളത് ബിദ്അത്തിന്റെ അപകടമാണ്. എന്താണ് ബിദ്അത്തിന്റെ അപകടം? മതത്തിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ ഇസ്ലാം വിളിക്കുന്നത് ബിദ്അത്ത് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി മുന്നറിയിപ്പ് നൽകിയ തിന്മകളിൽ ഒന്നാണ് ബിദ്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ഖുതുബകളിൽ എപ്പോഴും ആവർത്തിച്ചു പറയാറുണ്ടായിരുന്ന വചനം സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അമ്മാ ബഅദ് ഫഇൻ ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എന്താണ് സുഹൃത്തെ ഇതിന്റെ അർത്ഥം? ഏറ്റവും ഉത്തമമായ വചനം അള്ളാഹുവിന്റെ കിതാബാണ്. ഏറ്റവും ഉത്തമമായ മാതൃക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും പൊള്ളയായത് മതത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടവയാണ്. എല്ലാ പുതുനിർമ്മിതികളും ബിദ്അത്തുകളാണ്. എല്ലാ ബിദ്അത്തുകളും വഴിപിഴവിലാണ്. എല്ലാ വഴിപിഴവുകളും നരകത്തിലാണ് എന്ന പ്രവാചകൻ ഖുതുബയിൽ എല്ലാ ദിവസവും വെള്ളിയാഴ്ച പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇനി യഥാർത്ഥ പ്രവാചക സ്നേഹം എന്താണ്? നമ്മൾ നബിദിനം ആഘോഷിക്കാത്തത് പ്രവാചകനോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് പ്രവാചകന്റെ കൽപ്പനകളെ അന്ധമായി അനുസരിക്കുന്നത് കൊണ്ടാണ്. നബിയോടുള്ള സ്നേഹം എന്നത് വർഷത്തിലൊരിക്കൽ തീർക്കേണ്ട ഒന്നല്ല. യഥാർത്ഥ പ്രവാചക സ്നേഹം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിലെ 31-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹു ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പറയുക, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും. പ്രവാചകനെ ജീവിതത്തിൽ മാതൃകയാക്കുക, അവിടുത്തെ സുന്നത്തുകളെ പിൻപറ്റുക എന്നതാണ് യഥാർത്ഥ സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച വഴികളിലൂടെ നടക്കുക, അവിടുന്ന് വിലക്കിയ തിന്മകൾക്ക്, അതായത് ശിർക്ക്, ബിദ്അത്ത്, പലിശ, വ്യഭിചാരം, കള്ളം എന്നിവയിൽ നിന്ന് മാറി നിൽക്കുക, 5 വഖ്ത് നമസ്കാരം കൃത്യമായി ജമാഅത്തായി തന്നെ നിർവഹിക്കുക, പ്രവാചകന്റെ സ്വഭാവ മഹിമ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഏത് ആരാധനയും അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. ഒന്ന്, അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം, അതായത് ഇഖ്ലാസോട് കൂടി ആയിരിക്കണം. 2, അത് പ്രവാചകൻ കാണിച്ചു തന്ന രീതിയിലായിരിക്കണം. മുതാബഅത്ത്, അതായത് നബിദിനാഘോഷത്തിൽ ഈ 2ാമത്തെ നിബന്ധനയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് വൈകാരികതകൾ മാറ്റിവെച്ച് പ്രമാണങ്ങളെയും ചരിത്രങ്ങളെയും മുൻനിർത്തി നാം ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടിയ ഇത്തരം ആചാരങ്ങളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും നമ്മളും നമ്മുടെ കുടുംബവും മാറി നിൽക്കുക. അള്ളാഹു കാട്ടിത്തന്ന സുന്നത്തനുസരിച്ച് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗല ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.